നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. മുക്കം നഗരസഭ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തി. താമരശ്ശേരി ചുരം റോഡിൽ പാറയിടിച്ചിലുണ്ടായ സ്ഥലത്ത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കാട്ടുപന്നി ശല്യം. മുക്കം നഗരസഭയ്ക്ക് മുന്നിൽ നിരാഹാര സമരം. കർഷകയെ പന്നി ആക്രമിച്ചു. ഔട്ട്റീച്ച് പ്രോഗ്രാം 2025 മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുക്കം നഗരസഭ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു. കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ PT ബാബുവാണ് പ്രഖ്യാപനം നടത്തിയത്. കുടുംബശ്രീ സർവേയിലൂടെ കണ്ടെത്തിയ 65 പേരുടെ വിവിധ ആവശ്യങ്ങൾ പ്രത്യേകം കണ്ടെത്തി ഓരോരുത്തർക്കും പ്രത്യേക മൈക്രോ പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയാണ് നഗരസഭ ലക്ഷ്യം സാധിച്ചത്. ഭക്ഷണം ആവശ്യമുള്ളവർ, ആധാർ, വോട്ടർ ID, റേഷൻ കാർഡ് എന്നിവ ഇല്ലാത്തവർ, ഭവന പുനരുദ്ധാരണം ആവശ്യമുള്ളവർ, ഭവനരഹിതർ, ഭൂരഹിത ഭവനരഹിതർ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ നിവർത്തിച്ചാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അധ്യക്ഷയായി. മെമ്പർ സെക്രട്ടറി മജീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സമിതി ചെയർമാൻ V. കുഞ്ഞൻ, വിദ്യാഭ്യാസ സമിതി ചെയർമാൻ E. സത്യനാരായണൻ, CDS രജിത CT, ലസിത P, അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. താമരശ്ശേരി ചുരം റോഡിൽ പാറയിടിച്ചിലുണ്ടായ സ്ഥലത്ത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. മോർത്ത് റിട്ടയർഡ് ADG RK പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചുരം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. IIT പാലക്കാട് പ്രൊഫസർ K. ദിവ്യ, മോർത്ത് കേരള റീജിയണൽ ഓഫീസർ BT ശ്രീധര തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം സംഘം ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്ത് തുടർ അപകടങ്ങൾ തടയുന്നതിന് താൽക്കാലികവും സ്ഥിരവുമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് മോർത്ത് പ്രതിനിധികൾ അറിയിച്ചു. മുകൾ ഭാഗത്തെ പാറകൾ പൊട്ടിച്ചു നീക്കുന്നത് കൂടുതൽ അപകടത്തിന് ഇടവരുമെന്നതാണ് സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. മുക്കം നഗരസഭാ പരിധിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകരുടെ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിന് തുടക്കം. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ അനുമതി നൽകിയിട്ടും നഗരസഭ ഒഴിഞ്ഞു മാറുകയാണെന്ന് ആരോപിച്ചാണ് സമരം. രാവിലെ കൃഷിയിടത്തിൽ നിന്ന് ആരംഭിച്ച ഉപവാസം വൈകുന്നേരം 3-ന് നഗരസഭാ കവാടത്തിലെത്തി തുടരുകയായിരുന്നു. ഉപവാസ സമരം കർഷകൻ പൈറ്റൂളി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സമരത്തിൽ ഷാജിരാജ് ലങ്കയിൽ, സിദ്ധാർത്ഥൻ മാമ്പറ്റ, മുനീർ മുത്താലം, വിനോദ് മണാശ്ശേരി, ദാമോദരൻ കോഴഞ്ചേരി, സുധാകരൻ കപ്പിയടത്ത്, ഗോപി കളരിക്കണ്ടി, റുക്കിയ ടീച്ചർ, സഫിയ പുൽപ്പറമ്പ്, ബേബി മുത്താലം, ബാബു ആക്കത്തൊടി, സൈനബ മുത്താലം, കുര്യൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം ഉപവാസ സമരത്തിൽ പങ്കെടുത്തു മടങ്ങിയ കർഷകയെ കാട്ടുപന്നി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പുൽപ്പറമ്പ് എടോളി പാലി സഫിയക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൈക്കും കാലിനും പരിക്കേറ്റത്. സഫിയ തൻ്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടത്തുന്നതിനിടെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. അതേസമയം കാട്ടുപന്നി ആക്രമണത്തിൻ്റെ പേരിൽ ചിലർ നഗരസഭയ്ക്കെതിരെ നടത്തുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അനവസരത്തിലുള്ളതുമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ PT ബാബു പറഞ്ഞു. നിലവിൽ 4 M പാനൽ ഷൂട്ടർമാർ മാത്രമാണ് നഗരസഭയിലുണ്ടായിരുന്നത്. 9 പേരെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ഉപയോഗിച്ച് കർഷക സംഘടനകളുടെ സഹകരണത്തോടെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളെ തള്ളിക്കളയണമെന്നും കാട്ടുപന്നി ശല്യത്തിനെതിരെ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സങ്കൽപ് ഹബ്ബ് ഫോർ എംപവർമെൻറ്റ് ഓഫ് വുമൺ പരിപാടിയുടെ ഭാഗമായി ഔട്ട്റീച്ച് പ്രോഗ്രാം 2025 എന്ന പേരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിൻ്റെ സഹകരണത്തോടെ നടന്ന പരിപാടി മുക്കം നഗരസഭാ കൗൺസിലർ ജോഷില സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് സാമൂഹികമായ പിന്തുണയും സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യം വച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് അസീസ് മലയമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാനറ ബാങ്ക് റിസോഴ്സ് പേഴ്സൺ അയോണ ക്ലാസിന് നേതൃത്വം നൽകി. വകുപ്പ് പ്രതിനിധി ഫസീന, സ്കൂൾ മാനേജർ C. ഫാരിസ്, പ്രധാനാധ്യാപിക K. ഷീബ എന്നിവർ സംസാരിച്ചു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.